ഹായ് ദൃശ്യം 3 ലാലേട്ടൻ്റെ ദൃശ്യം 3 കണ്ട എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കുക. ലൈക്ക്, ഷെയർ, കമൻസ്, അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ഈ വീഡിയോസ് പല ആൾക്കാരിലേക്കും എത്തുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ദൃശ്യം 3 നമ്മൾ സ്ഥിരമായി പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പോസിറ്റീവ് റെസ്പോൺസ് അത് കിട്ടിയാൽ മാത്രം മതി എന്ന്. സിനിമ വേറെ ലെവൽ തരംഗമായിരിക്കും എന്നുള്ളൊരു കാര്യം ഇവിടെ സംഭവിച്ചത് മറ്റൊന്നുമല്ല, സിനിമ ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ്. ഗംഭീരമായ ഒരു സിനിമ. നമ്മൾ എന്താണോ ദൃശ്യം കാണാൻ പോകുമ്പോൾ പ്രതീക്ഷിച്ചു പോകുന്നത് അതിനും മുകളിൽ സംവിധായകൻ ജിത്തു ജോസഫ് നമ്മൾക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് ഹൈപ്പ് കൂട്ടുന്നതല്ല. സിനിമ കാണാൻ പോകുന്നവർ അമിത പ്രതീക്ഷയിലും പോണ്ട. ദൃശ്യം 1ഉം 2ഉം നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സമയത്തെല്ലാം സംവിധായകൻ പറഞ്ഞത് ഇതൊരു ഫാമിലി ഡ്രാമയാണ് എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും അതൊരു ഫാമിലി ഡ്രാമ തന്നെയായിരുന്നു. അതിൽ ഒരു സസ്പെൻസ് ട്വിസ്റ്റ് എല്ലാം ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ദൃശ്യം 1ലും 2ലും. 3ലേക്ക് വരുമ്പോൾ അത്തരത്തിൽ പ്രതീക്ഷിച്ചു പോകരുത് എന്ന് ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണോ അതിനും മുകളിൽ നമ്മൾക്ക് തന്നു എന്നുള്ളത് തന്നെയാണ് ദൃശ്യം 3യുടെ ഏറ്റവും വലിയ പ്രത്യേകത. സിനിമ എന്നെ സംബന്ധിച്ച് ഗംഭീരമായൊരു സിനിമ. പതിഞ്ഞ താളത്തിൽ തുടങ്ങി അങ്ങ് കത്തിക്കയറുന്ന ഒരവസ്ഥ. ഈ സിനിമയിലെ ലാലേട്ടന്റെ പെർഫോമൻസ് എടുത്തു പറയണം. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. ലാലേട്ടനിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സിനിമയിലുണ്ട്. ഇന്ന് ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ആന്റണി പെരുമ്പാവൂരിന് ലാലേട്ടന് കൊടുക്കാൻ സാധിച്ച ഏറ്റവും വലിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ പറയുന്ന ദൃശ്യം 3. പ്രേക്ഷകർ അത് ആഘോഷിക്കുകയാണ്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ തിയേറ്ററിൽ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു. ഇതാണ് ഒരു സിനിമയുടെ മഹാവിജയം. ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു എന്ന് പറയുമ്പോൾ ആ സിനിമ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദൃശ്യം 1ലും 2ലും ജോർജ് കുട്ടി ഒരു പാവമാണ്. ഫാമിലിയെ രക്ഷിക്കാൻ കഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അതിലൂടെ അയാൾ രക്ഷപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിലും അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ ജോർജ് കുട്ടി കുറച്ചുകൂടി സ്ട്രോങ് ആണ് എന്നുള്ളത് എടുത്തു പറയുന്നു. അത് നിങ്ങൾക്ക് പടത്തിന്റെ അവസാനം മനസ്സിലാവും. ഇതിൽ അഭിനയിച്ച ഓരോ വ്യക്തികളും സൂപ്പറാണ്. ഗംഭീരമായിട്ടാണ് എസ്തർ ആയാലും അൻസിബ ആയാലും മീന ആയാലും അങ്ങനെ ഓരോരുത്തരും ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഇന്റർവെൽ വരെ ഒരു പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പല സംഭവ വികാസങ്ങളും നമുക്ക് തരുന്നുണ്ട്. ഇന്റർവെൽ ട്വിസ്റ്റ് അത് ഗംഭീരമായിട്ടുണ്ട്. ഇന്റർവെൽ നമ്മളെ ഞെട്ടിക്കാനുള്ള വക ആ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ പടം കഴിഞ്ഞിറങ്ങുമ്പോൾ തീർച്ചയായും ഞെട്ടിത്തരിച്ചിരിക്കും. ജോർജ് കുട്ടിയുടെ കഴിവിനെ ഭാഗ്യമായി കരുതുന്ന പല ആൾക്കാർക്കുമുള്ള മറുപടി അതിന്റെ ക്ലൈമാക്സിൽ ജോർജ് കുട്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും സിനിമ ഗംഭീര സിനിമയാണ്. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് ദൃശ്യം 3 പോകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഗംഭീരമായ ടിക്കറ്റ് ബുക്കിംഗ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ തരംഗമാവും എന്നുള്ളതിൽ സംശയമില്ല. ജിത്തു ജോസഫിന്റെ കഴിഞ്ഞ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണ് ദൃശ്യം 3 എന്നുള്ളത് എടുത്തു പറയുന്നു. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ദൃശ്യം 3 ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയിരിക്കുന്നു. എന്നെ സംബന്ധിച്ച് ഗംഭീരമായ സിനിമ. ഇനിയുള്ള ദൃശ്യം 3 വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കണ്ടവർ തീർച്ചയായും അഭിപ്രായം രേഖപ്പെടുത്തണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.